മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഭാരത് ജോഡോ യാത്രയിൽ OBC വിഷയം ഉയർത്തി രാഹുൽ ഗാന്ധി. ബീഹാറിൽ ജാതി സർവേ നടത്താൻ മുൻകൈയെടുത്ത നിതീഷ് കുമാർ സഖ്യം വിട്ടപ്പോൾ കുടുങ്ങിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ദളിതരുടെയും മറ്റുള്ളവരുടെയും കൃത്യമായ ജനസംഖ്യ നിർണ്ണയിക്കാൻ ജാതി സെൻസസ് അനിവാര്യമാണ്. രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ജാതി സെൻസസിന് മുന്നിട്ടിറങ്ങിയത് നിതീഷ് കുമാർ എന്ന നേതാവാണ്. ബീഹാറിൽ അത് നടപ്പാക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ വരും നാളുകളിൽ ഈ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നതുകൂടി ഉയർത്തിക്കാട്ടിയാണോ രാഹുലിന്റെ വിമർശനം? ബീഹാറിലാണല്ലോ ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയുള്ളത്. അനുജ, രണ്ട് കാര്യങ്ങളാണ് ഭാരത് ജോഡോ യാത്ര ബീഹാറിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമായും ഉയർത്തിയത്. ഇന്നലെ യാത്ര ബീഹാറിൽ പര്യടനം നടത്തിയെങ്കിലും നിതീഷിനെതിരായ ഒരു വിമർശനം അത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷേ ഇന്ന് ഈ അവസാന ദിവസത്തിൽ കൃത്യമായി തന്നെ നിതീഷ് കുമാറിന് ഉള്ള വിമർശനം അത് രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകളിലും ഉണ്ടായിരുന്നു. ഈ പൂർണിയയിലെ റാലിയിലാണ്, റാലിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി നിതീഷിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഒരു ചെറിയ സമ്മർദ്ദം ചെലുത്തിയാൽ അദ്ദേഹം തിരിച്ച് വീണ്ടും ഇന്ത്യ സഖ്യത്തിനൊപ്പം വരും എന്നുള്ള ഒരു പരിഹാസം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം ഈ ജാതി സർവേ തുടർന്നാണ്, കാരണം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ജാതി സെൻസസിനെ തുടർന്നാണ് നിതീഷ് കുമാർ സഖ്യം വിട്ടത്. BJP ഇതിനെ എതിർക്കുന്ന ഒരു കൂട്ടരാണ്. ഇപ്പോൾ നിതീഷ് കുമാർ പൂർണ്ണമായും കുടുങ്ങിയെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും സാമൂഹ്യ നീതിക്കായി ആ മഹാസഖ്യം അത് ബീഹാറിൽ പോരാടും. നിതീഷ് കുമാറിന്റെ യാതൊരു ആവശ്യവും തങ്ങൾക്കില്ല എന്ന് തീർത്തും രാഹുൽ ഗാന്ധി പറയുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു വിഷയമായി ഉയർത്തിയത് ജാതി സെൻസസ് ആണ്. ആ ജാതി സെൻസസ് നടപ്പിലാക്കണം, അത് അനിവാര്യമാണെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്ത് എത്ര OBC വിഭാഗക്കാരുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. എന്തായാലും ജാതി സെൻസസ് കൂടി കൃത്യമായി രാഹുൽ ഗാന്ധി ബീഹാറിൽ ഉയർത്തുകയാണ്. ബീഹാറിൽ തന്നെ ആ വിഷയം ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം.